അല്ല പി വി അൻവർ എം എൽ എ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ഘടകം എസ് പിയുടെ ക്യാമ്പ് ഓഫീസ് എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഒരു ഓഫീസാണ്. ക്യാമ്പ് ഹൗസ് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമാണ്, റെസിഡൻസ് ആണ്, അതിലേക്ക് നമുക്ക് പ്രവേശനമില്ല, സമ്മതിച്ചു. പക്ഷേ ക്യാമ്പ് ഓഫീസിൻ്റെ പരിസരത്തേക്കാണല്ലോ ആളുകൾ പരാതിയുമായി എത്തുക. അതുകൊണ്ടാണല്ലോ അതിനെ ക്യാമ്പ് ഓഫീസ് എന്ന് വിളിക്കുന്നത്. അതൊരു പബ്ലിക് സ്പേസ് അല്ലേ? ആ പബ്ലിക് സ്പേസിൽ അങ്ങേപ്പോലെ ഒരു എം എൽ എ കടത്തിവിടില്ല എന്ന് എങ്ങനെയാണ് ഒരു എസ് പിക്ക് പറയാൻ കഴിയുക? ഒരു എം എൽ എ അല്ലല്ലോ, ഒരു സാധാരണക്കാരൻ വന്നാലും കടത്തിവിടണമല്ലോ. ഇത് പി വി അൻവർ പറയുന്നതല്ല. നിങ്ങൾ ഇന്നലെ വൈകുന്നേരം 4:45 ഞാൻ ഇവിടെ വരുന്നത്. ആ സമയത്ത് പാറാവ് നിന്ന പോലീസുകാരൻ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അത് കേൾക്കുക. അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹം SPF കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ കടത്തി വിടേണ്ടത് കടത്തി വിടണ്ട എന്ന് പറഞ്ഞു, SP പറഞ്ഞു എന്നാ പോലീസുകാരൻ പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലേ? കേട്ടു. അതെ, പോലീസുകാരനെ സംബന്ധിച്ച് അയാളെ സാധു എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളൊന്ന് എസ് പിയെ ഒന്ന് ശ്രമിക്കുന്നുണ്ട്. നിർദ്ദേശം പാലിക്കാനല്ലേ അദ്ദേഹത്തിന് പറ്റൂ. നമ്മുടെ PCR-ൽ നിന്ന് SP ഒന്ന് ശ്രമിക്കണം. SP ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് എന്തുകൊണ്ടാണ് അതങ്ങനെ സാധ്യമായെന്ന് അറിയണല്ലോ. ആദ്യം നമുക്ക് അതിന് തീരുമാനം ഉണ്ടാക്കാം. രണ്ടാമത് നമുക്ക് അന്വേഷണത്തിൻ്റെ കാര്യം വരാം. നമുക്ക് കേട്ടുകേൾവിയുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇവരെ നേരിട്ട് കണ്ടിട്ടില്ല. സ്വാഭാവികമായ ഒരു MLA എന്ന നിലയിൽ 1 മാസം താങ്കൾ ഒരു പരാതി കൊടുത്തതിന് ശേഷം കാത്തിരുന്നു. പരാതിക്ക് മറുപടി കിട്ടാത്ത സാഹചര്യത്തിൽ താങ്കൾ പോകുന്നു, താങ്കൾ പരിശോധിക്കുന്നു. പോലീസുകാർ തന്നെ ഈ മരം മുറിച്ച് കട്ടുതിന്നോ എന്നതാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരവാദികളായവരെ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അരുൺ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ പരാതിക്കാരനായിട്ടുള്ള ആള് ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരു സബ് ഇൻസ്പെക്ടറാണ്. SP ക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുത്ത പരാതിയാണ്. അദ്ദേഹത്തിന് വേറൊരു കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോകുന്നു പറഞ്ഞപ്പോ അദ്ദേഹം ഇപ്പൊ സസ്പെൻഷനിലാണുള്ളത്. അദ്ദേഹമാണ് പരാതി കൊടുത്തത്. ആ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് ഞാൻ ചോദിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ മറുപടി പോലും തരാൻ അദ്ദേഹം തയ്യാറായില്ല അല്ലേ? അല്ല, മറുപടി പോലും തരാൻ തയ്യാറാകാത്തതുകൊണ്ടാണല്ലോ ഇത്രയും ദിവസം കാത്തിരുന്നത്. എന്നിട്ട് ഈ പറയുന്ന പരാതിയിൽ എന്തെങ്കിലും വസ്തുതയുണ്ട്. ഇത് മരാണല്ലോ, അതിന്റെ കുറ്റി എവിടെ ഉണ്ടാവുമല്ലോ. അത് കണ്ടാൽ നമുക്കറിയാലോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുത. ഞാൻ അതൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിനങ്ങോട്ട് കയറാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ കളവിന് അദ്ദേഹം കൂട്ടു നിൽക്കല്ലേ? അദ്ദേഹത്തിന് കൃത്യമായ ഇന്ന് നിലവിലുള്ള മലപ്പുറം SP ക്ക് ഈ കളവിൽ കൂട്ടുനിന്നതിന് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കണ്ടേ? രണ്ടാമത്തെ കാര്യം, ഒരു പബ്ലിക് ഓഫീസിലേക്ക് ഒരു MLA അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ ഒരാളെ കടത്തിവിടില്ല എന്നൊരു പറവുകാരൻ തീരുമാനം എടുക്കുക. അവിടെ നാളെ ഇപ്പം നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്കും അവിടെ കടന്നു വരാവുന്നല്ലേ ഉള്ളൂ. അപ്പം താങ്കളെ അത് തടയുക എന്ന് പറയുന്നതിനകത്തൊക്കെ എന്ത് ന്യായീകരണമാണ് ഉള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെന്തായാലും അദ്ദേഹത്തെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. ശ്രീ PB അൻവർ, ഇനി എന്താണ് താങ്കൾ ഇന്നത്തെ ഒരു ദിവസം അവിടെ ഇരിക്കാനാണോ തീരുമാനം? അല്ല, ഞാനൊരു 2 മണിക്കൂർ, ഇന്ന് ഫ്രൈഡേ ആണ്, 12:30 മണി വരെ ഈ സമരം തുടരും. 12:30 മണി വരെ ഞാൻ ഇവിടെ ഇരിക്കും. താങ്കളുടെ ആവശ്യം ഇപ്പോൾ ആ ക്യാമ്പ് ഓഫീസിലേക്ക് താങ്കളെ കടത്തിവിടണം എന്നുള്ളതാണ് അല്ലെ? ഇപ്പോൾ കടത്തിവിടണം. ആ ക്യാമ്പ് ഓഫീസിലേക്ക് കയറി താങ്കൾക്ക് ഇത് പരിശോധിക്കാൻ ഞാനിപ്പോൾ ക്യാമ്പ് ഓഫീസിലേക്ക് ഞാൻ കയറുന്ന പ്രശ്നമില്ല. അത് കയറുന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ നമുക്ക് കയറാം. ഇപ്പോഴത്തെ എൻ്റെ വിഷയം ഈ കളവിനെ കുറിച്ച് ക്രൈംബ്രാഞ്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ കളവിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് കൃത്യമായി അന്വേഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം. മാത്രമല്ല, ഇതിനൊക്കെ പിന്തുണ കൊടുക്കുന്ന ADGP അജിത് കുമാറാണ്. അദ്ദേഹം ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ധൈര്യം. ഈ കളവിന് അദ്ദേഹം കൂട്ടുനിന്നിട്ടുണ്ട്. ഇവിടെ പല കാര്യത്തിനും അദ്ദേഹം കൂട്ടുനിൽക്കുന്നുണ്ട്. അതിൻ്റെ വിശദമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഈ ആഴ്ചയിൽ ഇതെല്ലാം ഞാൻ ഈ ജനങ്ങളെ അറിയിക്കാനുള്ള തീരുമാനത്തിലാണ്. ഇങ്ങനെ വിടാൻ കഴിയും. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. നമുക്ക് ADGP അജിത് കുമാർ അടക്കം ഈ മരം മുറിച്ച് കടത്തിയതിന് പിന്നിൽ കൂട്ടുനിൽക്കുന്നുവെന്നാണ് താങ്കളുടെ ആക്ഷേപം? എൻ്റെ ആക്ഷേപം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് അന്വേഷിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമോ? ആ പരാതി, ശ്രീജിത്ത് കൊടുത്ത പരാതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ പരാതി ഇന്ന് നമ്മൾ പത്രസമ്മേളനത്തിൽ നമ്മൾ നൽകുന്നുണ്ട്. സോഷ്യൽ ഫോറസ്ട്രി കൊടുത്ത വിലയുടെ എസ്റ്റിമേറ്റ് അതിലുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ട്രീ കമ്മിറ്റിയുടെ തീരുമാനങ്ങളുണ്ട്. ഇതിനെല്ലാം മറികടന്നിട്ടാണ് ഇവർ സ്വകാര്യമായിട്ട് ഈ മരം കടത്താൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു സംശയം കൂടി ശ്രീ PV അൻവർ, ഈ 20,000 രൂപയ്ക്ക് അങ്ങനെ കൊട്ടേഷനിലെടുത്ത് ലേലത്തിലെടുത്ത് ഈ തടി പോയോ അവിടുന്ന്? തടി കൊണ്ടുപോയി, സ്വാഭാവികമല്ലേ? കൊണ്ടുപോയി. അതായത് 56,000 രൂപയുടെ തടി 20,000 രൂപയുടെ തടിയായി മാറുന്ന പ്രതിഭാസമാണ് നമ്മൾ കണ്ടത് അല്ലേ? അല്ല, അത് മാത്രമല്ല, ഈ പറയുന്ന എന്താ പറയാ
മഹാഗണി മരം മുറിച്ചു കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 10-20,000 രൂപയുടെ മരമാണ്. അത് റെക്കോർഡിലേ ഇല്ല. സാധാരണ ഗവൺമെൻറ്റിൻ്റെ ഏത് പ്രോപ്പർട്ടി ആണെങ്കിലും അതിൽ ആ രജിസ്റ്ററിൽ അതുണ്ടാവും. അപ്പോൾ ഇവരിവിടെ നടത്തിയ കള്ളത്തരം എന്താണെന്ന് വെച്ചാൽ ആ മരം അവിടെ നിൽക്കുന്നുണ്ട്, ആ ട്രീ രജിസ്റ്ററിൽ ഉണ്ടാവും, പക്ഷെ ആ ട്രീയുടെ പകുതി കട്ടുകൊണ്ടുപോയി. മനസ്സിലായോ? അത് മുറിച്ച് കടത്തി. അപ്പോൾ പരിശോധിക്കാൻ വരുന്നവർക്ക് എന്താ, മരം അവിടെ നിൽക്കുന്നുണ്ട്. കൊമ്പുകളാണ്. താങ്കൾ ഇത് ഉള്ളിലേക്ക് കയറി ഇത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് കൂടി എത്തിക്കാവുന്നതാണ്. കാരണം ഈ വേലിതന്റെ വിളവ് തിന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും അവസ്ഥ? ശ്രീ പി വി അൻവർ, തീർച്ചയായും ആ വിഷയത്തിൽ ഞങ്ങൾ SP നിരന്തരമായി ശ്രമിക്കുന്നു, പക്ഷെ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. നമുക്കൊന്ന് അറിയേണ്ട ഒരു പ്രാഥമികമായ കാര്യം, ക്യാമ്പ് ഓഫീസിൽ ഒരു സാധാരണക്കാരന് പോലും പ്രവേശനം സാധ്യമാണെന്നിരിക്കെ എന്തുകൊണ്ടാണ് MLA തടഞ്ഞത് എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷേ SP ഫോൺ എടുക്കുന്നില്ല, SP പ്രതികരിക്കുന്നില്ല ഈ വിഷയത്തിൽ. ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സംഭവിക്കുന്നത്. താങ്ക് യു ശ്രീ പി വി അൻവർ. ഞങ്ങളുടെ പ്രതിനിധി അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കൊടുക്കുകയും ചെയ്യാം. താങ്കൾ ആ കാര്യങ്ങളൊക്കെ പുറത്തുവിടൂ. നമ്മൾ തീർച്ചയായും ആ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് എത്തിക്കുകയും ചെയ്യും.